അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ആര്യയുടെ ലാപ്ടോപ്പിലെ വിവരങ്ങൾ പുറത്ത്. ഭൂമി അധികനാൾ നിലനിൽക്കില്ലെന്ന് വാദിക്കുന്ന വിചിത്ര രേഖകളാണ് ലാപ്ടോപ്പിലുള്ളത്. ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചിട്ടില്ലെന്നും മറ്റു ഗ്രഹങ്ങളിലേക്ക് മാറ്റിയതാണെന്നും രേഖകളിൽ പറയുന്നു. ആൻഡ്രോമീഡ ഗാലക്സിയിൽ നിന്നുള്ള അന്യഗ്രഹ ജീവിയുമായി സംഭാഷണം നടത്തിയതായി അവകാശപ്പെടുന്ന രേഖകളാണ് കണ്ടെത്തിയത്. ഹരിമോഹൻ വിവരങ്ങൾ നൽകും. ഹരി, ഈ മരണത്തിന് പിന്നാലെ പുറത്തു വരുന്നത് അത്രയും സർവത്ര നിഗൂഢതയും ഒപ്പം ദുരൂഹതകളുമാണ്. ഇത് നീക്കി യഥാർത്ഥ മരണകാരണം എന്താണ് എന്ന് തെളിയിക്കേണ്ടത് പോലീസിന് മുന്നിലുള്ള റിസ്കി ആയിട്ടുള്ള ഒരു ദൗത്യമാണ്. ഏതെല്ലാം നിലക്കാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നീളുന്നത്? എത്ര കണ്ട ഒരു പുരോഗതി ഇതിനകത്തുണ്ടായിട്ടുണ്ട്? സൈഫുദ്ദീൻ, ആദ്യഘട്ടത്തിൽ നമ്മൾ കണ്ടെത്തി അല്ലെങ്കിൽ പോലീസ് കണ്ടെത്തിയെന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന റിപ്പോർട്ടുകൾ ഈ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ടാണ്. അതായത് ദുർമന്ത്രവാദം, മരണാനന്തര ജീവിതം ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവർ മൂന്നുപേരും ജീവിച്ചിരുന്നത്. അതിൻ്റെ തുടർച്ചയായാണ് ഒരു മരണമുണ്ടാകുന്നത് എന്നൊക്കെയുള്ളതായിരുന്നു ആദ്യഘട്ട കണ്ടെത്തലായി തന്നെ പോലീസ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിൽ നിന്ന് ഇപ്പോൾ ഒരു ചെറിയ വ്യത്യാസം വന്നിരിക്കുന്നു. അതായത് മരണാനന്തര ജീവിതമല്ല, മറിച്ച് അന്യഗ്രഹ ജീവിതമാണ് ഇവർ കൂടുതലായി തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ എന്നുള്ളത് ചില രേഖകൾ അടിസ്ഥാനത്തിൽ, ചില ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. സർവത്ര നിഗൂഢത എന്നതിലുപരിയായിട്ട് സർവത്ര വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ തെരഞ്ഞിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന 466 പേജുള്ള ഒരു PDF ഫയൽ ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെത്തിയതാണ്. ഈ ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഫയൽ എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് ചാനലിൽ മൈതി എന്ന് പറയുന്ന ഒരു ഏലിയൻ, അതായത് ആൻഡ്രോമീഡ ഗാലക്സിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഏലിയൻ വരികയും ആ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ നിരന്തരം സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതായത് ചില ചോദ്യങ്ങൾ ആ യൂട്യൂബ് ചാനലിൽ തന്നെ വരും. അതിന് മറുപടിയായി മൈതി എന്ന് പറയുന്ന ഏലിയൻ മറുപടി നൽകുന്നു. അത്തരത്തിൽ നൽകിയിട്ടുള്ള മറുപടികൾ ഒരുപാടധികം വർഷം, ഏകദേശം 2010 മുതൽ തുടങ്ങിയതാണ് ഈ പരിപാടി. അപ്പോൾ 2010 മുതൽ ഇയാൾ സംസാരിക്കുന്നതിൻ്റെയൊക്കെ ഒരു ഉള്ളടക്കമാണ് ഈ 644 പേജുള്ള രേഖയിൽ കാണാൻ കഴിയുക. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ വിചിത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് ഈ ഭൂമിക്ക് അധിക കാലം നിലനിൽപ്പില്ല, ഭൂമിയുടെ ഊർജം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭൂമിയിൽ ഇനിയും തുടർന്ന് ജീവിക്കുക എന്ന് പറയുന്നത് അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോകാം എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് മറ്റ് ഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നൂറുകണക്കിന് ഗ്രഹങ്ങൾ വേറെയും മനുഷ്യവാസം ഉള്ളതുണ്ട് എന്നുള്ളതാണ് ഇവരുടെ ഒരു അവകാശവാദം. അപ്പോൾ അത്തരത്തിലുള്ള ഗ്രഹങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് സാന്നിധ്യമുണ്ട്. ആ ഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കുകയാണ് ഇതിനകത്ത് ഈ ഏലിയൻ എന്ന് അല്ലെങ്കിൽ മൈതി എന്ന് പറയപ്പെടുന്ന ആൾ. ഇതിന്റെ ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട്. മൈതി എന്ന് പറയുന്ന ആളുടെ ഒരു ചിത്രം, ഇതൊരു 15 വർഷം മുമ്പുള്ള ചിത്രമാണ് എന്നുള്ളതാണ് ഇവർ അവകാശപ്പെടുന്നത്. പക്ഷെ ആ ചിത്രത്തിന് താഴെ തന്നെ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇതിൽ ട്രാൻസ്ഫോർമേഷനുകൾ സംഭവിച്ചിട്ടുണ്ടാകാം, അതുകൊണ്ട് ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന ആളായിരിക്കില്ല. നിങ്ങൾ ഏതെങ്കിലും കാലത്ത് നിങ്ങൾ ഇയാളെ കാണുകയാണെങ്കിൽ മറ്റൊരു രൂപമായിരിക്കും ഇയാൾക്കുണ്ടാവുക എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ സാധൂകരിക്കാൻ ചില ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇവർ പറയുന്നു. ഒപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ, അതായത് ഈ സ്പേസ് ഷിപ്പുകളുടെ കാര്യം ഇവർ പറയുന്നുണ്ട്. സ്പേസ് ഷിപ്പുകളുടെ ഇന്ധനം ഉൽക്കകളിൽ നിന്നുള്ള ആന്റി കാർബൺ ആണെന്നുള്ള വാദമൊക്കെ ഇവർ ഉയർത്തുന്നുണ്ട്. അന്റാർട്ടിക്കയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷണ കേന്ദ്രമുണ്ട്, സ്പേസ് ഷിപ്പുകളുണ്ട്. ഈ സ്പേസ് ഷിപ്പുകളെ കുറിച്ച് നാസയ്ക്കും റഷ്യയ്ക്കും അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് അവർ ഗവേഷണം നടത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ളത് ഇതിൽ വാദിക്കുന്നുണ്ട്. അതിൻ്റെ വസ്തുതകൾ ഒരുപക്ഷെ ആര്യ അന്ന് തെരഞ്ഞു പോയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഈ മരണമൊക്കെ ഉണ്ടായതിനു ശേഷം മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ദിനോസറുകളെ കുറിച്ചൊക്കെ അതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ മൈതി എന്ന് പറയുന്ന ഏലിയൻ്റെതായി വന്നിട്ടുള്ള സംഭാഷണത്തിലൊക്കെ തന്നെ കാണാൻ കഴിയുന്നത്. ഇവർക്ക് വംശനാശം സംഭവിച്ചതല്ല, മറിച്ച് മറ്റ് ഗ്രഹങ്ങളിലേക്ക് മാറിയതാണ്. ഭൂമിയിലെ 90% മനുഷ്യരെയും മൃഗങ്ങളെയും ഒക്കെ തന്നെ ഇത്തരത്തിൽ മറ്റ് ഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതിന് ആണ് ഇനി ശ്രമിക്കേണ്ടത്. കാരണം ഭൂമിയിൽ ഇനി നിലനിൽപ്പില്ല എന്നുള്ളതൊക്കെയാണ് ഇതിനകത്തുള്ള വാദങ്ങളായിട്ട് പറയുന്നത്. ഈ ആൻഡ്രോമീഡ ഗാലക്സി എന്നുള്ള മൈതി എന്ന് പറയുന്ന ഒരു ഏലിയനാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് സംസാരിക്കുന്നത്. മറ്റാരും ഇതിൽ ഇടപെടുന്നതായിട്ട് മറ്റൊരു പേരും തന്നെ ഇതിനകത്തില്ല. ഇതിനകത്ത് മുഴുവനായിട്ട് ഇത്തരത്തിൽ മറ്റ് ഗ്രഹങ്ങളിലേക്കുള്ള പോക്ക്, അവിടെയുള്ള മനുഷ്യ സാന്നിധ്യം, മൃഗങ്ങളുടെ സാന്നിധ്യം, ദിനോസറുകളുടെ സാന്നിധ്യം ഒക്കെ കുറിച്ചാണ് ഇതിനകത്ത് സംസാരിക്കുന്നത് മുഴുവൻ. അപ്പോൾ ഇത്തരത്തിൽ
ഇത്തരത്തിൽ അന്യഗ്രഹ വാസത്തെ കുറിച്ചിട്ടാണ് ഇവർ പരമാവധി അല്ലെങ്കിൽ അതിന്റെ പരമാവധി കാര്യങ്ങൾ ഇവർ തെരഞ്ഞിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകളാണ് നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അതായത് ബ്ലാക്ക് മാജിക്കിൽ നിന്ന് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ദുർമന്ത്രവാദം എന്ന തരത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നത്. കാരണം അതിന്റെ ചില കാര്യങ്ങളൊക്കെ തന്നെ ഇവരുടെ മൊബൈലിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നും ആദ്യഘട്ടത്തിൽ കിട്ടിയിരുന്നു. പക്ഷെ അന്യഗ്രഹ ജീവിതത്തെ കുറിച്ച് കൂടി ഇവർ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ